ഷെക്കീന അമേരിക്കാസിന്റെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വിശ്വാസ വിചിന്തന പരമ്പരയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശ്വാസം എന്നതിനെ കുറിച്ച് നമുക്കെല്ലാം സുപരിചിതമായ ഒരു നിർവചനമുണ്ട്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്, വിശ്വാസം എന്നുള്ളത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവും ആണ് എന്ന്. ഈ ഒരു നിർവചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശ്വാസത്തെക്കുറിച്ച് നമ്മുടേതായ നിർവചനങ്ങൾ നമ്മുടെ എല്ലാം ജീവിതത്തിൽ നമുക്ക് നൽകുവാൻ സാധിക്കും. വിശ്വാസം എന്നുള്ളത് ദൈവത്തിലുള്ള എൻ്റെ ആശ്രയമാണ്, ദൈവം എന്നെ പരിപാലിക്കുന്നു എന്നുള്ള ബോധ്യമാണ് എന്നൊക്കെ. വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം സാധിക്കും എന്നുള്ള ഒരു ബോധ്യമാണ് അനുദിന ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് വിശ്വാസത്തെ പല രീതിയിൽ മനസ്സിലാക്കുവാൻ സാധിക്കും. ഒരു കസേരയിൽ ഞാൻ ഇരിക്കുമ്പോൾ ആ കസേരയ്ക്ക് അതിനുള്ള ബലമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതിൽ ഇരിക്കുന്നത്. ഞാൻ ഒരു വിമാനത്തിൽ കയറുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് മാത്രമാണല്ലോ നാം ലക്ഷ്യസ്ഥാനത്തുള്ളവരെ ഇന്ന സമയത്ത് ഞാൻ അവിടെ എത്തിച്ചേരും എന്ന് അറിയിക്കുന്നത്. അത് എൻ്റെ വിശ്വാസമാണ്. അതുപോലെ തന്നെ ഞാനൊരു വൈദ്യനെ സമീപിക്കുമ്പോൾ ആ വൈദ്യൻ, ഡോക്ടർ നൽകുന്ന മരുന്ന് ഞാൻ കഴിക്കുന്നത് ആ ഡോക്ടറിലുള്ള വിശ്വാസമാണ്, ആ മരുന്നിലുള്ള എൻ്റെ വിശ്വാസമാണ്. ആ മരുന്നിന് എന്നെ സുഖമാക്കുവാൻ സാധിക്കും എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, നമ്മയെല്ലാം പരിപാലിക്കുന്ന ഒരു ദൈവം നമുക്കെല്ലാം ഒപ്പമുണ്ട്, എപ്പോഴും നമ്മെ പരിപാലിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം നമുക്കുള്ളപ്പോൾ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കുകയില്ല. വിശ്വാസത്തെ പല രീതിയിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 14-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഈശോനാഥൻ തന്നെ പരിചയപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. വിശുദ്ധ തോമാസ്ലീഹായിലൂടെ ഈശോ തന്നെ നമുക്ക് ഓരോരുത്തർക്കും വെളിപ്പെടുത്തി തന്നതാണ്, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. ഈ ഒരു വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിശ്വാസത്തെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഈശോയാണ് യഥാർത്ഥമായ വഴി എന്നുള്ള ഒരു ബോധ്യം. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ വിളിയെക്കുറിച്ച് നാം കാണുന്നുണ്ട്. അബ്രാഹത്തെ എങ്ങനെയാണ് ദൈവം വിളിക്കുന്നത്? നിനക്ക് സ്വന്തമായുള്ള ദേശത്തെയും നിന്റെ പിതൃഗ്രഹത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോവുക എന്ന് പറയുമ്പോൾ അതനുസരിക്കുന്ന അബ്രാഹത്തെയാണ് നാം കാണുക. അവിടെ അബ്രാഹം ദൈവത്തിൽ ശരണം വയ്ക്കുന്നു. വിശ്വാസം എന്നുള്ളത് ദൈവത്തിലുള്ള ശരണം വയ്ക്കലാണ്. കാരണം അബ്രാഹം വേറൊന്നും ചോദിക്കുന്നില്ല, എന്ത് ചെയ്യണം, എന്തെടുക്കണം, വഴിയിൽ എങ്ങനെയായിരിക്കും യാത്ര എന്നൊന്നും. കാരണം അബ്രാഹം ദൈവം കാണിക്കുന്ന വഴിയെ പോകുവാൻ സന്നദ്ധനായി എന്നുള്ളതാണ് അബ്രാഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് അബ്രാഹത്തെ വിശ്വാസികളുടെ പിതാവായി നാം എപ്പോഴും ഏറ്റു പറയുന്നത്. വീണ്ടും ഈ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ തന്നെ വിശ്വാസത്തിൻ്റെതായ പല രീതിയിലുള്ള വഴികൾ നാം കാണുന്നുണ്ട്. തന്റെ ഏകപുത്രനെ ബലിയർപ്പിക്കുവാൻ അബ്രാഹം മോറിയാമലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നാം കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ അവിടെ അബ്രാഹം മലയിലേക്ക് പ്രവേശിക്കുമ്പോൾ മകൻ അബ്രാഹത്തോട് ചോദിക്കുന്നുണ്ട്, ബലിയർപ്പിക്കുവാനുള്ള മൃഗം, ആട് എവിടെ കിട്ടും? ദൈവം തരും എന്ന് പറഞ്ഞുകൊണ്ട് ആ മലയിലേക്ക് പോകുന്ന അബ്രാഹത്തെ നാം കാണുന്നുണ്ട്. അതാണ് വിശ്വാസം. ദൈവം എല്ലാം തരും. ശേഷം ഉണ്ടായ കാര്യങ്ങൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ദൈവം അവിടെ അബ്രാഹത്തിന്റെ ജീവിതത്തിൽ ഇടപെടുന്നു, തന്റെ മകനെ രക്ഷിക്കുന്നു. വീണ്ടും ഇതേ ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രാഹത്തിന്റെ ദാസിയായിരുന്ന ഹാഗാറിന്റെ ജീവിതത്തിൽ ഈ ദൈവം വഴി കാണിക്കുന്ന രംഗം കാണുന്നുണ്ട്. അബ്രാഹത്തിൽ നിന്ന് മാറി ഹാഗാർ തന്റെ ഏകപുത്രനെയും കൂട്ടിക്കൊണ്ട് മരുഭൂമിയിലേക്ക് പലായനം ചെയ്യുന്ന രംഗം. ഒരു കുടം നിറയെ ജലവും ഏതാനും അപ്പക്കഷ്ണങ്ങളുമായി മരുഭൂമിയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ ഹാഗാറിന് എങ്ങോട്ട് പോകണമെന്നോ എങ്ങനെ പോകണമെന്നോ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. ഈ ഹാഗാറിനും ഒരു വെല്ലുവിളി ഉണ്ടായി. അല്പം നടന്നപ്പോൾ, ഏതാനും മണിക്കൂറുകൾ നടന്നപ്പോൾ ഹാഗാറിന്റെ കയ്യിലുണ്ടായിരുന്ന ജലം തീർന്നു. അപ്പോൾ ശിശു കരയുവാൻ തുടങ്ങി. ഈ ശിശുവിന്റെ കരച്ചിൽ കേട്ട് ഹാഗാർ അല്പദൂരം മാറി കുനിഞ്ഞ് ഇരിക്കുന്ന ഒരു രംഗമുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ സഹിക്കവയ്യാതെ ഈ ഹാഗാറിനാണ് ദൈവം ആദ്യമായി ഒരു വെളിപ്പെടുത്തൽ നൽകുന്നുണ്ട്. അപ്പോൾ ഹാഗാർ ദൈവത്തിന് ഒരു നാമവും നൽകുന്നുണ്ട്, എൽ റോയ്, എന്നെ കാണുന്ന ദൈവം. ഈ ഹാഗാറിനെ കണ്ട ദൈവം തന്നെ ഈ ഹാഗാറിന്റെ അടുത്ത് വന്ന് ഹാഗാറിന്റെ ആവശ്യം നടത്തുന്നു. നീ കണ്ണുയർത്തി നോക്കുക, നിന്റെ കൺമുൻപിലെ അരുവി നീ കാണുക. നീ കണ്ണുയർത്തി നോക്കുക, നിന്റെ കൺമുൻപിലെ അരുവി നീ കാണുക. ദൈവം ഹാഗാറിന്
നീരുറവ കാണിച്ചു കൊടുക്കുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും. വഴിയറിയാതെ നാം ബുദ്ധിമുട്ടുമ്പോൾ ദൈവം തന്നെ ഇടപെട്ട് നമുക്ക് വഴി കാണിച്ചു തരും. ദിനവൃത്താന്ത പുസ്തകത്തിൽ വളരെ വ്യക്തമായി ദൈവം എങ്ങനെയാണ് ഓരോ വ്യക്തികൾക്കും വഴിയാകുന്നത് എന്ന് നാം കാണുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 8-ാം അധ്യായം 28-ാം തിരുവചനം, ദേശത്ത് ക്ഷാമമോ പട്ടിണിയോ പകർച്ചവ്യാധിയോ ഉണ്ടാകുമ്പോൾ ഒറ്റയ്ക്കോ സമൂഹമായോ ഞങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ. ദേവാലയത്തിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കണമേ എന്നാണ് ഈ ഒരു വചനം. ഇതൊരു സോളമന്റെ പ്രാർത്ഥനയാണ്. ദേവാലയത്തിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ നീ വഴി കാണിക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്നുള്ളത്. ഒരു സമൂഹ രൂപാന്തരീകരണത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ, പ്രത്യേകിച്ച് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോഴും, എവിടെയെല്ലാം മലയോര മേഖലകളിലേക്ക് ആളുകൾ കുടിയേറി പാർത്തുവോ അവിടെയെല്ലാം നാം കാണുന്ന ഒരു രംഗമുണ്ട്. ആദ്യമേ അവർ സ്ഥാപിക്കുവാൻ പരിശ്രമിച്ചത് വലിയ വലിയ ഭവനങ്ങളല്ല, ദേവാലയങ്ങളാണ്. പുരോഹിതരായിരുന്നു എപ്പോഴും അവർക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അവർ അത്യധ്വാനം ചെയ്ത ദേവാലയങ്ങൾ ഉണ്ടാക്കി. കാരണം അവർക്ക് ക്ഷാമമോ പട്ടിണിയോ രോഗാവസ്ഥയോ ഉണ്ടാകുമ്പോൾ എപ്പോഴും അവർ നോക്കിയിരുന്നത് ഈ ദേവാലയങ്ങളിലേക്കാണ്. എപ്പോഴും അവർ ശ്രവിച്ചുകൊണ്ടിരുന്നത് ദേവാലയ മണികളാണ്. അത് തന്നെയാണ് നമ്മുടെയൊക്കെ ന്യൂയോർക്കിലും അല്ലെങ്കിൽ അമേരിക്കയിലും ഒക്കെയുള്ള പശ്ചാത്തലത്തിൽ എല്ലാ സ്ട്രീറ്റുകളിലൂടെയും ഓരോരോ ദേവാലയങ്ങളുണ്ട്. ഒരുപക്ഷെ ഇന്ന് ആളുകൾ കുറവായിരിക്കാം. എന്നിരിക്കലും ഈ ദേവാലയങ്ങളുടെ എല്ലാം രൂപീകരണത്തിലെ ഏറ്റവും വലിയ വിശ്വാസ ആശയം എന്ന് പറയുന്നത് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം ഞങ്ങളുടെ ഭവനങ്ങൾക്ക് ചുറ്റും കാവൽ നിൽക്കുന്നു എന്നുള്ള ഒരു വിശ്വാസ ബോധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം വഴിത്താരകളിൽ എപ്പോഴെല്ലാം ഉത്തരം കിട്ടാതെ വലയുന്നുവോ അപ്പോഴെല്ലാം ദേവാലയങ്ങളിലേക്ക് നോക്കി വഴി തേടുവാനുള്ള ഒരു വിശ്വാസ ബോധ്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിലേക്ക് കടക്കുമ്പോൾ ആകാശത്തിലെ പറവുകളെ നോക്കുവിൻ, വയലിലെ ലില്ലികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, എങ്കിലും ദൈവം അവയെ പോറ്റുന്നു എന്ന് പറയുന്ന വചനഭാഗം നമുക്കെല്ലാം സുപരിചിതമാണ്. ഈ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈശോനാഥൻ വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? ഈ വയലിലെ ലില്ലികളെയും ആകാശത്തിലെ പറവുകളെയും പരിപാലിക്കുന്ന ദൈവം നിങ്ങളെ ഓരോരുത്തരെയും പരിപാലിക്കുകയില്ലേ? ഈ ഒരു വിശ്വാസ ബോധ്യത്തോടെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാം ജീവിതത്തിന് എപ്പോഴും വഴി കാണിക്കുന്ന ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് എപ്പോഴും മുന്നേറുവാൻ സാധിക്കും. വീണ്ടും ഈശോനാഥൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന മറ്റൊരു കാര്യമാണ് ഞാനാണ് സത്യദൈവം എന്നുള്ളത്. ഈശോയാണ് സത്യദൈവം എന്നുള്ള യാഥാർത്ഥ്യം. നമ്മുടെ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ അനന്യശ്രേഷ്ഠത എന്ന് പറയുന്നത് ഈശോയാണ് ഏകരക്ഷകൻ എന്നുള്ള ഒരു വിശ്വാസ ബോധ്യമാണ്. എന്റെ ഈശോ ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു, എന്റെ രക്ഷയ്ക്കായി അവിടുന്ന് കാൽവരിയിൽ ബലിയർപ്പിച്ചു എന്നുള്ള ഒരു ബോധ്യം എപ്പോഴും നമുക്ക് അവിടുന്നാണ് സത്യദൈവം എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് നമ്മെ ആനയിക്കും. ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ വളരെ പ്രത്യേകിച്ച് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 17-ാം അധ്യായത്തിൽ അവിടെ രൂപാന്തരീകരണത്തിന്റെ അവസരത്തിൽ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് ഈശോ പോകുന്നുണ്ട്. എന്തിനാണ് ഈശോനാഥൻ ഈ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പോയത്? കാരണം ഈശോ നസ്രായനായ ഒരു തച്ചനാണ്. ഈ നസ്രായനായ തച്ചൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്റെ വസ്ത്രങ്ങളെല്ലാം ഉരിഞ്ഞെടുക്കപ്പെട്ട് കുരിശിന്മേൽ തറയ്ക്കപ്പെടും. ചുറ്റുമുള്ള ആളുകളെല്ലാം അവഹേളിക്കും. അപ്പോൾ കൂടെയുള്ള ഈ ശിഷ്യന്മാർ ഒരുപക്ഷെ സംശയിക്കാം, ഈ ഞങ്ങൾ കൂടെ നടന്ന ഞങ്ങളെ നയിച്ച ഈ വ്യക്തി ആരാണ് എന്ന്. അതുകൊണ്ട് ആ ഒരു സംശയം ഒരിക്കലും ഉണ്ടാകരുത് എന്ന രീതിയിൽ രൂപാന്തരീകരണത്തിന്റെ അവസരത്തിൽ ഈശോനാഥൻ തന്റെ ശിഷ്യന്മാരെ, ഈ 3 പേരെ, പ്രിയ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ട് അവിടെ പോകുന്നുണ്ട്. ഈ മലമുകളിൽ ആയിരിക്കുന്ന ശിഷ്യന്മാർക്ക് ഈശോയുടെ വെളിപ്പെടുത്തൽ ലഭിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള പിതാവിന്റെ വാക്കുകൾ അവർ ശ്രവിക്കുന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഈശോയെ ശ്രവിച്ചിരുന്നു എങ്കിലും, ഈശോയുടെ കൂടെ ഇരുന്നു എങ്കിലും അവർക്ക് ഈ ഈശോയുടെ അനുഭവം അത്ര സിദ്ധിച്ചിരുന്നില്ല. പക്ഷെ ഇവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് അവർക്ക് തോന്നി. ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഈ വിശ്വാസത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഈ ശിഷ്യന്മാർക്കുണ്ടായ അനുഭവം പോലെ തന്നെയാണ്. അതിന് 2 മാനങ്ങളുണ്ട്. ഒരു പക്ഷേ ഈ വിശ്വാസത്തിന്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും വളരെ യാദൃശ്ചികമായി ലഭിക്കും. ഒരുപക്ഷെ ഒരു പ്രാർത്ഥനയിൽ നാം പങ്കെടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു അനുഭൂതിയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു അനുഭവമാകാം.
ആ അനുഭവം പിൽക്കാലത്ത് നമുക്ക് ഉണ്ടാക്കണമെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ ഈ അനുഭവം ഒരു ധ്യാനത്തിന്റെ അവസരത്തിൽ, പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെ അവസരത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കാം. പക്ഷേ ഈ ഒരു അനുഭവം വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, എനിക്ക് വീണ്ടും പുനരാവിഷ്കരിക്കപ്പെടണം എന്ന് നാം ആഗ്രഹിച്ചാലും നടക്കണമെന്നില്ല. അത് തന്നെയാണ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവർക്കുണ്ടായ അനുഭവം അത് ഒരു പ്രത്യേക അനുഭവമായിരുന്നു, അതൊരു വിശ്വാസ അനുഭൂതിയായിരുന്നു. പിന്നീട് ആ അനുഭൂതി അവർക്ക് ലഭിച്ചതായി നാം സുവിശേഷത്തിൽ കാണുന്നില്ല. ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒരു പ്രത്യേക അവസരത്തിൽ വിശ്വാസത്തിന്റെ അനുഭൂതി നമുക്ക് ഓരോരുത്തർക്കും അനുഭവപ്പെടാം. ആ അനുഭൂതിയാണ് പിൽക്കാലത്ത് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. നമ്മുടെ യുവജനങ്ങളെയും കുഞ്ഞുങ്ങളെയും സംബന്ധിച്ച് ഈ വിശ്വാസ അനുഭവത്തെ ആധാരമാക്കി ചിന്തിക്കുമ്പോൾ ഇന്ന് പലപ്പോഴും ജോലി തിരക്കുകൾ മൂലമൊക്കെ കുഞ്ഞുങ്ങളെ ദേവാലയത്തിൽ കൊണ്ടുപോകണമോ, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നിരിക്കലും ഒരു കാര്യം മനസ്സിലാക്കുക, അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ, ടീനേജേഴ്സ് ആയിരിക്കുമ്പോൾ അവരൊക്കെ ദേവാലയത്തിൽ പോകുന്നു, ഈശോയെ കണ്ടെത്തുന്നു. അവർക്ക് ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ ആയിരിക്കാം ഉണ്ടാകുന്നത്. പിൽക്കാലത്ത് ഒരു പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ദേവാലയങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിന്ന് തന്നെ വ്യതിചലിച്ചു പോയാലും പിൽക്കാലത്ത് ആദ്യമുണ്ടായിരുന്ന വിശ്വാസ അനുഭൂതിയെക്കുറിച്ച് അവർ ചിന്തിക്കും. ഉറപ്പായിട്ടും അവർ വിശ്വാസത്തിലേക്ക് കടന്നു വരും. അത് പല രീതിയിൽ നമ്മൾ അത് അനുഭവിക്കുന്ന കാര്യമാണ്. ഒരുപക്ഷെ കുമ്പസാര കൂടുകളിലൊക്കെ ഇരിക്കുമ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം, 30 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി ഇത്രയും കാലം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്ന ആളുകളുണ്ട്. കാരണം അവർക്ക് ആദ്യമുണ്ടായിരുന്ന വിശ്വാസ അനുഭവം, വിശ്വാസ അനുഭൂതി, വിശ്വാസ ബോധ്യം പിൽക്കാലത്ത് അവരെ ഈശോയുടെ പക്കലേക്ക് തിരിച്ച് കൊണ്ടുവന്നു. അതുകൊണ്ട് ഈശോയാണ് ഏക സത്യദൈവം എന്നുള്ള വിശ്വാസത്തോടെ ദേവാലയങ്ങളിലേക്ക് നമുക്ക് ഓടിച്ചെല്ലാം. ആ അനുഭൂതിക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. രൂപാന്തരീകരണ അനുഭവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. രൂപാന്തരീകരണത്തിന്റെ അവസരത്തിൽ ദൈവപിതാവ് ഈശോയെ വെളിപ്പെടുത്തുന്നുണ്ട്. ഇവനാണ് എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ശ്രവിക്കുക എന്നാണ് പറയുന്നത്. ഇവനെ ശ്രവിക്കുക. അതിനുശേഷം ഭയവിഹ്വലരായ ശിഷ്യന്മാർ അവർ കമിഴ്ന്നു വീഴുന്നു. അവരുടെ അടുത്തേക്ക് ഈശോ ചെന്ന് അവരെ സ്പർശിച്ചുകൊണ്ട് പറയുന്നു, ഭയപ്പെടേണ്ട. അവരെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഭയപ്പെടേണ്ട, പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നു. അവിടെ 2 കാര്യങ്ങൾ ഉണ്ട്. ഒന്ന്, ഇവനെ ശ്രവിക്കുക. ഈശോ പോയി ഈ ശിഷ്യന്മാരെ സ്പർശിക്കുന്നു. ഇത് രണ്ടും സംഭവിക്കുന്നത് വിശുദ്ധ കുർബാനയിൽ തന്നെയാണ്. അതായത് അവിടുന്ന് പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. ഈശോ എങ്ങനെയാണ് ജീവൻ ആകുന്നത്? 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ദേയി വെർബും എന്ന് പറയുന്ന പ്രബോധനം നമുക്ക് ഓരോരുത്തരും നൽകുന്ന ഒരു പഠനമുണ്ട്, ഒരു പാഠമുണ്ട്. അതായത് ഈശോയെ നാം കണ്ടെത്തേണ്ടത്, അനുഭവിക്കേണ്ടത് 2 മേശകളിൽ നിന്നാണ്. ഒന്നാമതായി അവിടുന്ന് ജീവനായി നമ്മിലേക്ക് വരുന്നത് വചനത്തിന്റെ രൂപത്തിലാണ്. രണ്ടാമതായി ഈശോ ജീവനായി നമ്മിലേക്ക് കടന്നു വരുന്നത് അപ്പത്തിന്റെ രൂപത്തിലാണ്. ശിഷ്യന്മാർക്കുണ്ടായ അനുഭവത്തിലേക്ക് നമുക്ക് ഒന്നുകൂടി കടന്നു വരാം. ശിഷ്യന്മാരോട് ദൈവപിതാവ് പറഞ്ഞു, നിങ്ങൾ ഇവനെ ശ്രവിക്കുക. ഈ ഈശോയെ ശ്രവിക്കുന്നത് ഇന്ന് നാം വചനത്തിലൂടെയാണ്. ഈ വചനം എന്ന് പറയുന്നത് ജീവിക്കുന്ന ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടനവധി ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റിലും അവർ വചനം എഴുതുന്നുണ്ട്. മുഴുവൻ ബൈബിൾ അവർ എഴുതുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഒരു വചനമെങ്കിലും എഴുതി അത് ഒരു നേർച്ചയായി, അതല്ലെങ്കിൽ ഒരു ഭക്ത അഭ്യാസമായി എടുക്കുന്ന ആളുകളുണ്ട്. കാരണം ഈ വചനത്തിലൂടെ, ഈ വചനത്തിൽ ജീവിക്കുന്നത് ഈശോയാണ് എന്നുള്ള ഒരു ബോധ്യം. ആ ഈശോ ജീവനുള്ള ദൈവമാണ്. രണ്ടാമതായി ഈശോ ശിഷ്യന്മാരെ സ്പർശിച്ചു, ഭയപ്പെടേണ്ട, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞു. ഈ ഈശോ ഇന്ന് നമ്മളെ സ്പർശിക്കുന്നത് ദിവ്യ കാരുണ്യത്തിലൂടെയാണ്. വിശുദ്ധ കുർബാന നാം സ്വീകരിക്കുമ്പോൾ ഈ ഈശോ തന്നെയാണ് നമ്മെ ഓരോരുത്തരെയും സ്പർശിക്കുക. ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള അവബോധം എപ്പോഴും നമ്മെ വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് നയിക്കണം. ഏറ്റവും വലിയ ഒരു ദിവ്യകാരുണ്യ അത്ഭുതം, അതായത് ബ്യൂണസ് ഐറിസിലെ ഒരു അത്ഭുതത്തെ കുറിച്ച് നമുക്ക് ഓരോരുത്തർക്കും സുപരിചിതമായിരിക്കാം. എങ്കിലും പരിശുദ്ധ പിതാവ്, ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, അദ്ദേഹം ആർച്ച് ബിഷപ്പ് ആയിരുന്നപ്പോഴാണ് ഒരു ദിവ്യകാരുണ്യ അത്ഭുതം ഉണ്ടായത്. ബ്യൂണസ് ഐറിസ്, അവിടെ ദേവാലയത്തിൽ ദിവ്യകാരുണ്യം മാംസമായി മാറി. ആ മാംസമായി മാറിയ ദിവ്യകാരുണ്യത്തെ പിൽക്കാലത്ത് അത് ഫോറൻസിക് പതോളജി ലാബിലേക്ക് അയച്ച് അത് ഈശോയുടെ സാന്നിധ്യം തന്നെയാണ് എന്ന് തെളിയിക്കുകയുണ്ടായി. അത് നടന്നത് എവിടെയാണ് എന്ന് അറിയണമെങ്കിൽ
അത് ന്യൂയോർക്കിൽ തന്നെയാണ് ആ ഒരു സാമ്പിൾ കൊണ്ടുവന്ന് പരിശോധിച്ചത്. കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ ഫ്രെഡറിക് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഫോറൻസിക് പതോളജിസ്റ്റ് ആണ്. അദ്ദേഹമാണ് അത് പരിശോധിച്ചത്. അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇതൊരു ഹാർട്ട് ടിഷ്യൂ ആണ്, ഹൃദയകോശമാണ് എന്നാണ് അദ്ദേഹം, ജീവനുള്ള ഹൃദയകോശം എന്നാണ് അദ്ദേഹം വിലയിരുത്തിയത്. അതുകൊണ്ട് തന്നെ ജീവിക്കുന്ന സാന്നിധ്യമാണ് ദിവ്യകാരുണ്യം, വിശുദ്ധ കുർബാന. ഈ ഒരു വിചിന്തനത്തിൽ നാം പങ്കെടുക്കുമ്പോൾ ഈശോയെ ജീവനായി, സത്യദൈവമായി, വഴിയായി നമുക്ക് ഓരോരുത്തർക്കും സ്വീകരിക്കാം. പഴയ നിയമത്തിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കി ഇറങ്ങി പുറപ്പെട്ട ഇസ്രായേൽക്കാരുടെ മനോഭാവത്തെ നമുക്ക് ഒന്നുകൂടി വിചിന്തന വിഷയമാക്കാം. അവർ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരേ ഒരു സ്വപ്നം കാനാൻ ദേശമായിരുന്നു. ഇത് തന്നെയാണ് ഈ ദൈവവിളി. പലതരത്തിലുള്ള വിളികൾ സ്വീകരിക്കുന്നവരാണ് നാം എല്ലാവരും. ഒന്നെങ്കിൽ ഒരു കുടുംബമായി ജീവിക്കാൻ, അല്ലെങ്കിൽ ഒരു വൈദികനാകാൻ. ഈ വിളി സ്വീകരിച്ചിറങ്ങുന്ന നമ്മെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വളരെ ആകർഷണീയമാണ്. ഒത്തിരി അധികം സ്വപ്നങ്ങളുണ്ട്. ഇസ്രായേൽ ജനം ഇറങ്ങി പുറപ്പെട്ടതുപോലെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന സ്വപ്നം കാനാൻ ദേശമായിരുന്നല്ലോ. അവർ ഇറങ്ങി പുറപ്പെട്ടു. ഏതാനും സമയം കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, അവർക്ക് ചൂടേൽക്കുന്നു, അവർക്ക് ദാഹിക്കുന്നു, അവർക്ക് വിശക്കുന്നു. അപ്പോൾ അവർ പരസ്പരം പിറുപിറുക്കാൻ തുടങ്ങി. ഈ ഒരു പിറുപിറുപ്പ് എല്ലാ ജീവിത സാഹചര്യങ്ങളിലുമുണ്ട്. കുറച്ച് ഇറങ്ങി ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ ദാഹമുണ്ടാകാം, ചൂടേൽക്കാം, വിശപ്പുണ്ടാകാം. എന്നാൽ ദൈവം പരിപാലിക്കുന്നു എന്നുള്ള ഒരു ബോധ്യം അവർക്ക് മന്ന പൊഴിച്ച് ദൈവം അവരുടെ വിശപ്പ് അകറ്റി. കാർമേഘമായി അവർക്ക് തണലേകി, ജലം നൽകി, പാറയിൽ നിന്ന് ജലം നൽകി അവരുടെ ദാഹം അകറ്റി. ഈ ദൈവം വഴിയായി, സത്യദൈവമായി, ജീവനായി എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. ഈ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, ഈ ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം. ഈശോ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.